കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ. ഏകദേശം 100 കണക്കിന് വിവാഹങ്ങളാണ് വിശേഷ മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കുന്നത്. ഭൂലോക വൈകുണ്ഠം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ ദീർഘകാല ദാമ്പത്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലുടനീളം ഗുരുവായൂരപ്പന്റെ കടാക്ഷവും ലഭിക്കുമത്രേ. വിവാഹം കഴിഞ്ഞ ഉടനെ ദമ്പതികൾക്ക് 4 അമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തിനു മുന്നേ ഭഗവാനെ തൊഴുത് അനുഗ്രഹം തേടിയിട്ടാണ് വധൂവരന്മാർ കിഴക്കേ നടയിലുള്ള വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുക. ഗുരുവായൂരപ്പന്റെ മുന്നിൽ വെച്ച് നടത്തപ്പെടുന്ന വിവാഹത്തിന് കൃത്യമായ ഒരു മുഹൂർത്തം ആവശ്യമില്ല എന്നാണ് വിശ്വാസം. പുലർച്ചെ 3 മണിക്ക് നിർമ്മാല്യത്തോടെ നട തുറന്നാൽ അതിനുശേഷമുള്ള ഏത് സമയത്തും വിവാഹമാകാം എന്ന പ്രത്യേകതയുമുണ്ട്. ഭക്തവത്സലനാണ് ഭഗവാൻ. മേൽപ്പത്തൂരിൻ്റെയും പൂന്താനത്തിൻ്റെയും കുറൂരമ്മയുടെയും കൃഷ്ണഭക്തിയും അനുഭവകഥയും ഒക്കെ നമുക്കെല്ലാവർക്കും കേട്ടറിവുള്ളതാണ്. അതുപോലെ മനസ്സറിഞ്ഞു വിളിച്ചാൽ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. തിരക്ക് വകവയ്ക്കാതെ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ എത്തുന്ന ഭക്തജന തിരക്ക് കൂടുന്നതല്ലാതെ ഓരോ ദിവസവും കുറയുന്നില്ല. വസുദേവരും ദേവകിയും ദ്വാരകയിൽ വെച്ച് പൂജിച്ച വിഗ്രഹമാണ് ഗുരുവായൂരുള്ളത്. ദേവഗുരുവായ ബൃഹസ്പതിയും ശിഷ്യനായ വായുദേവനും ചേർന്നാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ദിവസേന 12 സമയത്തും 12 ഭാവങ്ങളാണ് ഗുരുവായൂരപ്പന്. വിവാഹശേഷം വർഷം തോറും മാസം തോറും മുടങ്ങാതെ ഗുരുവായൂർ ദർശനം നടത്തുന്ന ദമ്പതിമാരുമുണ്ട്. ഗുരുവായൂരിലെ കൃഷ്ണനാട്ടം വഴിപാട് വളരെ പ്രസിദ്ധമാണ്, ഫലസിദ്ധിദായകവുമാണ്. വിവാഹ തടസ്സം മാറുന്നതിനും സന്താനസിദ്ധിക്കും ധാരാളം പേർ കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട്. കൂടാതെ ഭഗവാന്റെ ദീപാരാധന തൊഴുന്നത് ദാമ്പത്യ വിജയത്തിനും പ്രണയ സാഫല്യത്തിനും ഉത്തമമാണ്. പലരും വിവാഹം ഗുരുവായൂർ വെച്ച് നടത്താം എന്ന് വഴിപാട് നടത്തുന്നതിന്റെ ഫലമായും ക്ഷേത്രത്തിൽ വിവാഹം നടത്തുന്നുണ്ട്. വിവാഹശേഷം ക്ഷേത്രത്തിൽ കയറാൻ അനുവാദമില്ല എങ്കിലും അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ഒന്നിനു പിറകെ ഒന്നായി ദിവസവും നടക്കുന്ന വിവാഹങ്ങൾ സൂചിപ്പിക്കുന്നതും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിനായി എത്തുന്ന ദമ്പതികളുടെ ആഗ്രഹ പൂർത്തീകരണത്തെയാണ്. ഹിന്ദു കലണ്ടറിൽ സാധാരണ വിവാഹത്തിന് നല്ലതല്ല എന്ന് കരുതുന്ന ദിവസങ്ങളിൽ പോലും ഗുരുവായൂരിൽ വിവാഹങ്ങൾ നടത്താൻ സാധിക്കും. അതാണ് ഗുരുവായൂരിലെ ഒരു പ്രത്യേകത. രാഹുകാലത്ത് പോലും വിവാഹങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കുന്നു. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം മറ്റെല്ലാ ഘടകങ്ങളെയും മറികടക്കും എന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. ഗുരുവായൂർ അമ്പലനടയിൽ വിവാഹിതരായി കഴിഞ്ഞാൽ തന്നെ ആ ദാമ്പത്യത്തിനൊരു പ്രത്യേകതയുണ്ടാവും. അവിടെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്ന ദമ്പതികളായിരിക്കും എന്നൊക്കെയാണ് വിശ്വാസം. ഇതൊക്കെ ഉണ്ടെങ്കിലും പലരും വേണമെങ്കിൽ ചോദിക്കാം, ഇങ്ങനെയുള്ളവരാരും ഡൈവോഴ്സ് ചെയ്തിട്ടില്ലേ, ഗുരുവായൂർ അമ്പലനടയിൽ വിവാഹം കഴിച്ചവരാരും ഡൈവോഴ്സ് ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം ഈ വീഡിയോയ്ക്ക് പിന്നാലെ. പക്ഷേ വിശ്വാസം, ഗുരുവായൂർ അമ്പലനടയിൽ വിവാഹം കഴിച്ചാൽ ആ വിവാഹം ദീർഘദാമ്പത്യമായി നിലകൊള്ളും എന്ന വിശ്വാസം അത് തന്നെയാണ് ഇപ്പോഴും ഗുരുവായൂരപ്പൻ്റെ നടയിൽ വിവാഹം കഴിക്കാൻ ഒരുപാട് ദമ്പതികൾ എത്തുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം. മറ്റൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പന് വിവാഹം കണ്ട് കണ്ണ് നിറഞ്ഞിട്ടില്ല, വിവാഹം കണ്ട് മതിയായിട്ടില്ല എന്നൊക്കെ. അതുകൊണ്ട് തന്നെ മൂപ്പര് തന്നെ എല്ലാവരെയും തൻ്റെ അടുത്തേക്ക് വിവാഹം കഴിക്കാൻ എത്തിക്കുകയാണ് എന്നാണ് പരക്കെ പറഞ്ഞു കേൾക്കാറുള്ളൊരു വിശ്വാസം. ന്യൂസ് ഡെസ്ക് കർബാനസ്.